നമ്മളെ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കുറച്ച് പോരായ്മകളുണ്ട്. നമ്മൾ ഇത്രയും കാലങ്ങളായി പാരമ്പര്യമായിട്ടുള്ള സ്കൂൾസിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ എട്ടക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസൾട്ടേഷൻ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് സ്കൂൾസിനെയാണ്. ഇപ്പൊ ഗ്യാസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡോപ്പയ്ക്ക് സ്കൂളുണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കൂൾ കാര്യങ്ങളുണ്ട്. വൈ ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കുറച്ച് പോരായ്മകളുണ്ട്. സ്റ്റിൽ അവരതിൽ നിന്ന് റിക്കവർ ആയിട്ട് വന്നിട്ടില്ല, ആൻഡ് അവരതിൽ നിന്ന് മാറുന്നുമില്ല അവരുടെ ആ ഒരു. അപ്പൊ എന്തുകൊണ്ട് ഈ നാട്ടിലെ 8 കമ്പനീസ് ആയിട്ടുള്ള ഡോപ്പ പോലത്തെ കമ്പനീസിന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇത്രയും കാലങ്ങളായി പാരമ്പര്യമായിട്ടുള്ള സ്കൂൾസിന് ചെയ്യാൻ പറ്റുന്നില്ല? അതൊരു സ്കോപ്പാണ്. ലൈക്ക് അവർക്കൊരു പ്രോസസ് ഇല്ല സ്കൂളിൽ. ദാറ്റ്സ് വാട്ട് ലാക്കിംഗ് ദർ. അപ്പം അവിടുത്തെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനൊരു എൻഡ് റിസൾട്ട് ഉണ്ടാവില്ല. അവരുടെ ഒരു സ്വാഭാവികമായിട്ട് മാർക്കിന് വേണ്ടിയിട്ട് പോകുന്നു. ഈ മാർക്ക് കിട്ടിയോണ്ട് എന്താവുന്നു? അപ്പം നമ്മൾ പഠിക്കുന്ന കാലത്തും മാർക്ക് കിട്ടിയിട്ട് എന്താക്കണം എന്നറിയില്ല. 10ാം ക്ലാസ്സിന്റെ മാർക്ക് A+ കിട്ടിയാൽ നമുക്ക് പോസ്റ്ററിൽ അടിച്ചു വരും, ഒരാഴ്ച കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ കുട്ടിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു നല്ല പ്രോസസ്സ് ഉണ്ടായിരിക്കണം.